ഫുള്ള് കാടാണ് കണ്ടോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ നല്ല പേടിയുണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ നമ്മൾ വന്ന സ്ഥലം നമ്മുടെ പഴയ ഒരു കൊല്ലത്ത് മുമ്പുള്ള വീഡിയോ കണ്ടവർക്ക് അറിയാം. നമ്മൾ ഭയങ്കരമായിട്ടൊരു അഡ്വഞ്ചർ സ്ഥലത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ രാത്രി ഒരുപാട് കിടന്ന് ആകെ ഇടങ്ങാറായ ഒരു സ്ഥലം കേട്ടോ അത്. നമ്മളെ പഴയ വീഡിയോ കണ്ടവർക്ക് അറിയാം. നമ്മൾ പണ്ട് ആ വീഡിയോ ചെയ്ത സമയത്തെ നമ്മളെ കുറച്ച് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു, ഒന്നും കൂടെ അവിടെ പോയി രാത്രി കിടന്ന് ഒരു വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ ആശാനെയും കൂട്ടി പോയി രാത്രി അവിടെ എന്താ നടക്കുന്നതെന്നൊക്കെ ഉള്ളത് ലൈറ്റ് അടിച്ച് പുറത്തിറങ്ങിയൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ പണ്ടേ കമന്റ് ചെയ്താ കേട്ടോ. പിന്നെ ഇതിന്റെ ഇടയ്ക്കും ഇപ്പൊ ഒരു 3-4 ദിവസത്തിന്റെ ഇടയ്ക്കും അങ്ങനെ ഒരു കമന്റ് വന്നു, ആ സ്ഥലത്ത് പോയിട്ട് ഒന്നുകൂടി ക്യാമ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ തോന്നിയത്, ശരിയാണ്, കുറെ നാളായില്ല അവിടെ പോയിട്ട്. അങ്ങനെ നമ്മള് ഇവിടെ വന്നത്. പക്ഷെ രാത്രി ഒന്നും ടെന്റിന് പുറത്തൊന്നും ഇറങ്ങി ലൈറ്റ് അടിച്ച് പോകാനൊന്നും പറ്റുമൊന്നുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇവിടെ. ഇവിടുത്തെ അനുഭവം എങ്ങനെയാണെന്നുള്ളത് രാത്രി തന്നെ നമുക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ കഴിഞ്ഞ വട്ടം ഞാൻ അങ്ങനെ അതുപോലെ ഒന്ന് ഭയപ്പെടുത്തിയ ഒരു സ്ഥലമാണിത്. അതായത് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരാൾ മരിച്ച സ്ഥലമാണ്, ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്ത സ്ഥലമാണ്. പിന്നെ അപ്പോൾ അതിൻ്റെതായ കുറേ അനുഭവങ്ങളൊക്കെ ഇവിടെയുള്ള ആൾക്കാർക്ക് പണ്ട് കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പണ്ട് ഇതിലൊരു റോഡൊന്നും അല്ലായിരുന്നു, ഇതിലൊരു നടവഴിയായിരുന്നു ഇങ്ങനെ താഴോട്ടൊക്കെ. അപ്പോൾ അങ്ങനെ ഇവിടെ ഉള്ളവർ പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും ഇവിടെ തന്നെ വന്നു. നമുക്ക് സമയം ലേറ്റായി നമ്മൾ വന്നത്. നമ്മളെന്തായാലും ടെൻറ്റ് സെറ്റ് ചെയ്യാം അല്ലേ. നല്ല മഴയുടെ കോളുണ്ട്, മിക്കവാറും നല്ല മഴ പെയ്യാനും ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ തന്നെ ടെന്റ് അടിച്ചൊന്ന് സെറ്റാക്കേ. മൊത്തം വൃത്തിയായിക്കോട്ടെ അല്ലേ.
ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ മഴ ഇതിൻ്റെ ഇത് കൊണ്ട് കാര്യമായിട്ട് പെയ്യില്ല എന്നുണ്ട് അല്ലേ? അത് ഇങ്ങനെ ഇടണം. ഇതുണ്ടോ, ശരിക്കും നമുക്ക് പേടിയാവുന്നൊരു അവസ്ഥയാണ് കേട്ടോ ഇവിടെ. ഇതുണ്ടോ, കൊടും കാടാണ്. ചെറുതായിട്ടൊന്ന് സ്ലിപ്പായാൽ പോവും താഴോട്ട്. ഇത് കണ്ടോ, കുഴികൾ കണ്ടോ. നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റും, പക്ഷെ നമുക്കിപ്പോൾ ഇറങ്ങാൻ പറ്റിയ സാഹചര്യമല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സമയം വഴുകി വരികയാണ്. പിന്നെ അതുപോലെ ഉരുണ്ട കല്ലല്ലേ, ഇതിൻ്റെ അടിയിലൂടെയാണ് വെള്ളം പോണത്. ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴോട്ടങ്ങ് പോകും. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഇറങ്ങാനുള്ള സമയമില്ല, ഇരുട്ടായി വരികയല്ലേ. നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം. എന്തായാലും താഴോട്ട് ഇറങ്ങാൻ പറ്റും, കുറച്ച് റിസ്ക് ആണ്, പക്ഷെ എങ്കിലും ഇറങ്ങാം. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റും, പക്ഷെ നമുക്കിപ്പോൾ അതിന് ഉള്ളൊരു സെറ്റപ്പ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ എന്തായാലും താഴോട്ട് ഇറങ്ങുന്നില്ല. കണ്ടോ, ഇവിടുത്തെ ഏരിയ കണ്ടോ, ഫുള്ള് കാടാണ് കണ്ടോ. നല്ല സ്ഥലമാണ് ശരിക്കും പറഞ്ഞില്ലേ. നമ്മളെ ഭയപ്പെടുത്തി കളയും കണ്ടോ, പേടിപ്പിച്ച് നമ്മളെ ഒരു ജാതി പേടിപ്പിക്കുന്ന സ്ഥലം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു പേടിയുള്ള സ്ഥലം തന്നെയാണ്. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് സമയം കളയണ്ട, ബാക്കിയുള്ള പരിപാടി നോക്കാം അല്ലേ. അടിപൊളി ഒരു മീനാ വന്നിരിക്കുന്നത് കേട്ടോ.
അപ്പം നമ്മളിന്ന് ഒരു സ്പെഷ്യലാണ് ഉണ്ടാക്കാൻ പോണത്. ഒന്നായിട്ട് തീ പിടിച്ചേനെ. ഇനിയുള്ള പ്രശ്നം എന്താ വെച്ചാൽ പെട്ടെന്ന് അങ്ങ് ഇരുട്ടാവും. ഒന്നാമത് ഈ കാടായതുകൊണ്ടേ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഏകദേശമൊക്കെ തിളച്ചു. അപ്പോൾ നമ്മുടെ മീൻ എടുത്തിടാം അല്ലേ? ഓ കറക്റ്റാ. ശരിക്കും ഇവിടെ ഈ പാമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. എന്താ വെച്ചാൽ എനി ടൈം തണുപ്പല്ലേ. അപ്പോൾ അതാണ് ഞാനിങ്ങനെ നോക്കുന്നത്. കുഴപ്പമില്ല, നമ്മൾ ടെൻറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്. എങ്കിലും നമ്മളെ കറി ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാപ്പി കൂടി വെച്ചാൽ ഓക്കെ കേട്ടോ. നിറച്ച് ഈയാൻ പറ്റിയായിട്ടോ. ഈയലിനെ തിന്നാൻ തവളയും വന്ന്. ഈ തവളിനെ തിന്നാൻ പാമ്പ് വരൂ.
നമ്മൾ മീൻകറിയിലോട്ട് ചാടുമോ? അപ്പം എന്തായാലും നമ്മുടെ മീൻകറി ഏകദേശമൊക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. നമുക്ക് അടച്ചു വെക്കണമല്ലോ, അല്ലെങ്കിൽ പാറ്റ ചാടും. ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ. ഇനി നമുക്ക് കുറച്ച് കാപ്പി വെക്കാം. അപ്പം എന്തായാലും നമ്മുടെ കാപ്പി റെഡിയായി. ഇനി ഇവിടെ വെച്ചാലേ ഇതിനകത്തൊന്നും ചാടിയിട്ടില്ലല്ലോ അല്ലേ. ഇനി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പാറ്റ, തവള ഇതൊക്കെ ചാടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇതൊക്കെ ഊരി സെറ്റാക്കി എല്ലാം ഒതുക്കി പെറുക്കി വെക്കാം കേട്ടോ. അടിപൊളി. ഒന്നും ചാടിയിട്ടുണ്ടാവില്ല അല്ലേ. ആയി വാ, അടിപൊളി. നമ്മൾ നല്ല ചപ്പാത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാ നല്ല പേപ്പർ പോലത്തെ ചപ്പാത്തി. അപ്പൊ ചപ്പാത്തി നമ്മുടെ ഫിഷ് കറി നോട്ട് കേട്ടോ. അടിപൊളി. ഈ ചപ്പാത്തി കമ്പനിന്ന് മേടിച്ച കേട്ടോ. ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ടല്ലോ. അപ്പോൾ 6 ചപ്പാത്തിക്ക് 30 രൂപ. ഭയങ്കര നൈസ് ചപ്പാത്തിയാണ്. ഞാൻ 3 മേടിക്കാൻ വേണ്ടിയാ പോയ, പക്ഷെ 6 ഒരു പാക്കറ്റ്. ഇടിവെട്ടുന്നുണ്ട്, നല്ല മഴ പെയ്യും ചിലപ്പോൾ. ശരിക്കേ എന്തോ ഒരു ഫീലിങ്. ആസ്വദിച്ച് തിന്നാൻ കഴിയുന്നില്ല. ബാറ്ററിയുടെ ലൈറ്റിന്റെ പവർ കുറഞ്ഞു വരുന്നുണ്ട്, എന്താണാവോ.
രണ്ടു ദിവസം ഇടിയും മഴയൊക്കെ ആയിട്ടേ കറണ്ട് ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ കുത്തിയിടാൻ വിട്ടുപോയി എന്നൊരു സംശയമുണ്ട്. നമുക്കേ നമ്മുടെ ഈ ലൈറ്റ് എടുത്ത് ഇങ്ങോട്ട് വെക്കാട്ടോ. നമുക്ക് ഈ ലൈറ്റിന്റെ ആവശ്യം ഇനി പുറത്തില്ലല്ലോ. താഴോട്ടൊക്കെ ഭയങ്കര മടയും പാറയും ഒക്കെയാണ്. സമയധികമായിട്ടില്ല, 9:30 ആയിട്ടുള്ളൂ. ഓ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. അതായത് ഞാൻ പണ്ട് 1 വർഷം മുമ്പ് ഞാനിവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. നമ്മൾ ആ വെള്ളത്തിൻ്റെ സൈഡിലാട്ടോ ഒരു കമ്പടിച്ച് ഒരു തട്ട് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ടെൻറ്റ് വെച്ചിട്ടായിരുന്നു ക്യാമ്പ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ കുറേ നിഗൂഢതകൾ ഉള്ളൊരു ഏരിയ ആണെന്നാണ് പറയണത്, ഇവിടെ ഉള്ള ആൾക്കാർ പറയണതാട്ടോ. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ വട്ടം ടെൻ്റ് അടിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോഴാണ് ഇത് അറിയണത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പേടി ഉണ്ടായിരുന്നു. അന്ന് രാത്രി തന്നെ ഞാൻ കുറേ പേടിയായിരുന്നു, കുറേ ഒച്ചയും ബഹളവും അതും ഇതുമൊക്കെ ആയിട്ട്. പിന്നീടാണ് മനസ്സിലാവുന്നത് മരണം നടന്നതാണെന്നും ഇവിടെ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്താണെന്നും അതിൻ്റെ ശല്യങ്ങൾ കുറേ നാൾ കൊണ്ടുണ്ടെന്നൊക്കെ പിന്നീടാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും അന്ന് പോയി. പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ വന്നിരുന്നു കേട്ടോ, ക്യാമ്പ് ചെയ്യാനല്ല, ഒരു പകൽ സമയത്ത് ഇതിനെപ്പറ്റിയൊക്കെ അറിയാനും അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ. അങ്ങനെ നമ്മളെ സുഹൃത്തുക്കൾ കുറേ കമൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു, അവിടെ ഒന്നുകൂടി പോയി ക്യാമ്പ് ചെയ്യും, ആശാനെയും കൂട്ടി പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാത്രി ഇറങ്ങി നോക്ക്, എന്തെങ്കിലും ശബ്ദം കേൾക്കുകയാണെങ്കിൽ ഇറങ്ങി നോക്കാനൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആശാനെയൊന്നും നമുക്ക് കിട്ടിയില്ല. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 2-3 ദിവസം മുമ്പേ എനിക്കൊരു കമൻറ്റ് വന്നു, പിന്നെ ആ വീഡിയോയ്ക്ക് കേട്ടോ, ആ വീഡിയോയുടെ താഴെ കമൻറ്റ് വന്നു, ഇവിടെ പോയി ഒന്നുകൂടി ക്യാമ്പ് ചെയ്യാൻ. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ, അന്ന് കുറേ പറഞ്ഞതല്ലേ, അങ്ങനെ വന്നതാണ്. ഇനി ബാക്കിയുള്ള കാര്യമൊക്കെ പിന്നെ എന്തായാലും ലൈറ്റൊക്കെ എടുത്ത് വെച്ചിട്ടേ കിടക്കാം. ഇവിടെ എന്തായാലും രാത്രി ഒച്ചയും ബഹളവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ നമ്മൾ പുറത്തോട്ടൊന്നും ഇറങ്ങൂല കേട്ടോ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പുറത്തോട്ട് ഇറങ്ങൂല. എന്തായാലും നോക്കാം അല്ലേ. ശരിക്കും സമയം 1:32 നോക്കും. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമ്മളെ കിടത്തി ഉറക്കൂല എന്ന് പറഞ്ഞാലേ കേട്ടോ, സൗണ്ട് കേട്ടോ.
പുറത്തോട്ട് നമുക്ക് ഇറങ്ങി നോക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഒന്നാമത് മൃഗങ്ങളുള്ളൊരു സ്ഥലം മാത്രമല്ല, ഇതിന് ഈ മരത്തിന് മേൽ കൂടെ എന്തൊക്കെയോ പായുണ്ട്. അന്നും ഇതേപോലെ തന്നെ നമുക്ക് സംഭവിച്ചു കേട്ടോ. ഞാൻ കുറച്ചു നേരം മിണ്ടാതെ ഇങ്ങനെ ക്യാമറ ഇവിടെ വെച്ചിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോഴേക്കോ ആശാനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങായിരുന്നു. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ നല്ല പേടിയുണ്ട്. ഞാൻ ശരിക്കും നല്ലോണം വേർത്തു. എന്തായാലും അത് നോക്കണില്ല, നമ്മളും മിണ്ടാതെ വീണ്ടും കിടക്കുക. കേട്ടോ, എന്തായാലും നേരം വെളുപ്പിച്ചേ പറ്റുള്ളൂ. എന്തായാലും നേരം വെളുപ്പിച്ചല്ലേ പറ്റുള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ ഇന്നലെ രാത്രി ഈ ഒരു തുള്ളി കണ്ണടച്ചിട്ടില്ല. 3:30 ആയപ്പോഴാണ് കിടന്നതെന്നല്ല, ഉറങ്ങിയത് 3:30 ആയപ്പോഴാണ് ഉറങ്ങിയത്. ഇപ്പോൾ സമയം 6:15 പിന്നെ സംഭവം എന്ന് വെച്ചാൽ ഒന്നുമില്ല, പക്ഷേ ഇന്ന് എന്തോ ഉണ്ട് ഇവിടെ, എന്തോ ഒരു സംഗതി ഉണ്ട് ഇവിടെ. എന്നുവെച്ചാലേ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ ആശാനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പുറത്തിറങ്ങി നോക്കിയേനെ. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല, ഇറങ്ങാൻ പറ്റുന്നില്ല. അതായത് നമ്മളെ അങ്ങോട്ട് ഉറക്കാനില്ല, ഭയങ്കര എന്തൊക്കെയോ സൗണ്ട് എന്ന് പറഞ്ഞാലേ, നമ്മളിപ്പോൾ ഒരു റൂമിനകത്ത് അടച്ചിരിക്കുമല്ലോ, ഈ റൂമിനകത്ത് അടച്ചിരിക്കുന്ന നമ്മളെ റൂമിൻ്റെ പുറത്ത് ആളുകളൊക്കെ ഇങ്ങനെ കൂട്ടം കൂടെ ഓടുന്നൊക്കെ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഒരു സൗണ്ട് ശരിക്കും റിയലായിട്ട് എനിക്ക് കേട്ട ശബ്ദങ്ങളാണ്. ഞാൻ പണ്ടും ഇതുപോലെയാണ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ട്, എന്തോ ഒരു സംഗതി ഇവിടെ ഉണ്ട്. പിന്നെ മരത്തിന്റെ മേളിൽ കൂടെ ഒക്കെ ചാടുന്ന എനിക്ക് തോന്നുന്നു കുരങ്ങാണോ ഇനി മരപ്പട്ടി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഇവിടുന്നൊക്കെ സൗണ്ട് കേട്ടത്, ഇവിടെ ഈ സൈഡിൽ നിന്നൊക്കെ എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് തോന്നുക. ഒരു ശകലം കണ്ണടച്ചിട്ടില്ല. ശരിക്കും
ഞാൻ 3-3:45 ഉറങ്ങി എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല തൃപ്തിയോട് കൂടി ഉറങ്ങിയതല്ല, ഉറങ്ങിപ്പോയതാണ്. എന്താ വെച്ചാൽ അതുവരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാനിങ്ങനെ കുറേ നേരം ഇരിക്കും, എഴുന്നേക്കും, ഇരിക്കും, അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് തീയിടാനുള്ള ഒരു സെറ്റപ്പ് ഇല്ലല്ലോ. എന്താ വെച്ചാൽ മഴ നനഞ്ഞിട്ട് വിറകൊക്കെ ആകെ ഒരു ഇതായതുകൊണ്ട് പിന്നെ വിറക് നമ്മൾ ശേഖരിച്ചില്ല. പിന്നെ വിറകില്ലാത്തതുകൊണ്ടാണ് ശേഖരിക്കാഞ്ഞത്. എന്താ വെച്ചാൽ നനഞ്ഞു കിടക്കുകയല്ലേ, വിറകുണ്ട് പക്ഷെ നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് കത്തൂല എന്നറിയാം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നലത്തെ അവസ്ഥ. എന്തായാലും നമുക്ക് കട്ടൻ കാപ്പി പിടിക്കാം അല്ലേ. വാ, ഈ മരത്തിന്റെ മേളിൽ കൂടെ കയറുന്നത് എനിക്ക് തോന്നുന്നത് മരപ്പട്ടിയോ കുരങ്ങോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ. ഈ താഴെ കൂടെ പോണത് എന്താന്നുള്ളതാ. അല്ല അങ്ങനെ എന്തെങ്കിലും പന്നിയോ അല്ലെങ്കിൽ ആടോ അല്ലെങ്കിൽ മാനോ അങ്ങനെ എന്തെങ്കിലും പോവാണെങ്കിൽ തന്നെ ഇതിലെ അതിന്റെ പാട് കാണണല്ലോ ഈ സൈഡിലൊക്കെ. പക്ഷെ എനിക്ക് തോന്നണതല്ല, ഞാനത് നല്ലോണം ഞാൻ എൻ്റെ മെമ്മറി ഇങ്ങനെ ആക്കി ഞാൻ നോക്കി, പക്ഷെ എനിക്ക് തോന്നുന്ന സൗണ്ട് അല്ല അത്. എന്താ വെച്ചാൽ ഞാൻ അത്രയും ക്ലിയർ ചെയ്ത് ഞാൻ എന്നെ അത് തോന്നുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സിനെ ഞാൻ സമാധാനിപ്പിച്ചു. പക്ഷെ അത് തോന്നുന്നതല്ല. എന്താ വെച്ചാൽ എനിക്ക് അത്ര ഫീൽ ചെയ്ത സൗണ്ട്. എന്തായാലും ഒരു ദിവസം ആശാനെയും കൂട്ടി വന്നിട്ട് വലിയ ടെന്റ് എടുത്തിട്ട് അടിച്ച് ഒരു ക്യാമ്പ് ചെയ്യണം. എന്നിട്ട് പുറത്തൊക്കെ ലൈറ്റ് ഇട്ട് എന്താ സംഗതി എന്ന് കണ്ടുപിടിക്കണം. എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ട്. അതായത് പണ്ട് ഇവിടെ പണ്ടത്തെ കോണ്ടാക്ടർ ഇല്ലേ, എന്തോ ഒരു ഇത് പറഞ്ഞു, എന്തോ ഒരു കോണ്ടാക്ടറോ ഒരു എഞ്ചിനീയറോ ആരോ ഒരു പെണ്ണിനെ സ്നേഹിച്ച് ആ പെണ്ണിനെ കൊന്ന്, അതിന്റെ പേര് സുമതി എന്നാണ്. ആ പെണ്ണിനെ കൊന്നിട്ട് ഇവിടെ വെച്ചാ കൊന്നത്, ഇവിടെ വെച്ച് കൊന്ന് താഴോട്ടം കണ്ടു കൊണ്ടിട്ടു. അങ്ങനെ എന്തൊക്കെയോ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതിനുശേഷം ഇവിടെയൊക്കെ ഭയങ്കര ശല്യങ്ങളായിരുന്നു, ഇപ്പോഴല്ല പണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലമാണെന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ എന്താ അങ്ങനെയൊന്നും ആവൂല, എങ്കിലും ഇതൊരു വളവാണല്ലോ. ഇങ്ങനെ മേളിൽ നിന്ന് വരുമ്പോ അവിടെ മേളില് ആ റോഡിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ ഒരു വളവാണ്. അപ്പൊ ഇതിനും അങ്ങനെ സുമതി വളവ് എന്നാ പറയുക. പിന്നെ സുമതി വളവ് എന്ന് പറഞ്ഞാൽ നമ്മളെ തിരുവനന്തപുരത്ത് നിന്നൊക്കെയുള്ള ആ സുമതി വളവല്ല, ഇതിന് സുമതി വളവ് എന്നാണ് അങ്ങനെ പറയുക. എന്തൊക്കെയോ അപകടങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ്. രാത്രിയൊക്കെ ആളുകളൊക്കെ പേടിച്ചു ഓടി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് പണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, പണ്ട്. പക്ഷെ എന്റെ ചിന്തയിൽ അതൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനു മുമ്പ് ക്യാമ്പ് ചെയ്തപ്പോ ആ ചിന്തയൊന്നും ഇല്ലാത്തപ്പോഴും എനിക്ക് ഈ സൗണ്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും സംഭവം ഇവിടെ സുമതി ഉണ്ട്. സുമതിയെ നമുക്ക് എല്ലാവർക്കും കൂടി വന്നിട്ട് ഞാനും ആശാനും വന്ന ഒരു ദിവസം പിടിക്കും, നോക്കട്ടെ. അപ്പൊ എന്തായാലും ഞാൻ ഈ കാപ്പി പിടിച്ചിട്ട് വിടുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുന്ന് വിടാൻ പോവാണ്. രാവിലെ തന്നെ ഒരു മഴക്കോളുണ്ട്. മഴക്കോൾ ഇന്നലെ മുതലേ ഉണ്ട്. ഇന്നലെ ചെറുതായിട്ട് രാത്രി മഴ ചാറിയിട്ടോ. പക്ഷെ ഇതിൻ്റെ ഈ ഒരു സ്ലോപ്പ് കാരണം നമുക്ക് ഡയറക്റ്റ് അങ്ങനെ വെള്ളം നമ്മുടെ ദേഹത്തോട്ട് വീണില്ല, ടെന്റിന്റെ മേളിലോട്ട്. അപ്പോൾ അത് ഒക്കെ റെഡിയാണ്. പിന്നെ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ എന്തായാലും ഞാൻ ഇവിടെ ആശാനെയും കൂട്ടി ഒരു ദിവസം വരും കേട്ടോ. നമുക്കിത് എന്താ സംഭവം എന്നുള്ളത് നമുക്കൊന്ന് അറിയണം. ഒറ്റക്ക് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ പുറത്തിറങ്ങായിരുന്നു. സാറില്ല, അടുത്തന്നെ സെറ്റാക്കാം അല്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് അറിയാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യും കേട്ടോ. പിന്നെ എല്ലാം ചെയ്യും. ഓക്കെ, ഞാൻ ഇവിടുത്തെ അപ്പോൾ എല്ലാം പറഞ്ഞല്ലേ കേട്ടോ. ഓക്കെ.